ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നുപോയ ഒരുപാട് മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവരൊന്നും ആത്മഹത്യ ചെയ്യാതെ അവരെന്ത് ചെയ്യാണ്, മുന്നോട്ട് പോകാനുള്ള ശക്തി അവർക്ക് കിട്ടിയത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ വിഷാദങ്ങളെ, ആത്മഹത്യ പ്രവണതയുള്ള ചിന്തകളെ മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട് സമ്പുഷ്ടമായ നല്ലൊരാഴ്ച നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉദ്ധിതനായ ഈശോയിൽ നിന്നുള്ള സമാധാനവും സന്തോഷവും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന നിറയട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിറയട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ നല്ല സംഭാഷണം ഉണ്ടാകട്ടെ. ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബം ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും വിശ്വസ്തതയിലും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധ രോഗങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ കാണുന്നു. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബർശബായിലെത്തി. ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാട മുൾച്ചെടിയുടെ തണലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്തുന്ന ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നാണ് ആത്മഹത്യയും ആത്മഹത്യ പ്രവണതയും. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നാണ് ആത്മഹത്യയും ആത്മഹത്യ പ്രവണതയും. നമുക്കറിയാം, ആത്മഹത്യ എന്ന് പറയുന്നത് അയാൾ തന്നെ സ്വന്തം ജീവനെ അപഹരിക്കുന്നതാണ്. ദൈവം ദാനമായി തന്ന ജീവിതം നമ്മൾ തന്നെ നശിപ്പിച്ച് കളയുന്നതാണ് ആത്മഹത്യ എന്ന് സാധാരണ പറയാറുള്ളത്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ ഉണ്ടാവുക? അയാൾ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമതായിട്ട്, അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന, അവർ തലച്ചോറിൽ സംഭവിക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ ഇതിന് ബാധകമാകുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ തലച്ചോറിൻ്റെ ആശയവിനിമയം സാധ്യമാകുന്നത് ന്യൂറോണിലൂടെയാണെന്ന് നമുക്കറിയാം. ഈ ആത്മഹത്യ പ്രവണതയുള്ള ആളുകൾ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ അവിടെ തലച്ചോറുള്ള ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് ഒരു മനുഷ്യനെ അതിജീവിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഘടകം. ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അതിനെ അതിജീവിക്കണം, അതിനെ മറികടക്കാനുള്ള ശക്തി കൊടുക്കുന്നത് നമ്മളെ തലച്ചോറിനും നമ്മുടെ ശരീരത്തിനും നമ്മൾക്ക് ചിന്തകൾക്കും ശക്തി കൊടുക്കുന്നത് ഈ രാസവസ്തുവാണ്. ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരാളുടെ തലച്ചോറിൽ പലപ്പോഴും ഈ രാസവസ്തുവിൻ്റെ കുറവ് വരുന്നുണ്ട്. ഇത് അവരുടെ പ്രവർത്തനങ്ങളെ കുറയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഇതാണ് ഏറ്റവും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഒരു കാരണം അവർക്കുള്ള മാനസിക പ്രശ്നങ്ങളാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക രോഗങ്ങൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, എപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ജനിത കാരണങ്ങൾ, പാരമ്പര്യമായിട്ട് ചിലപ്പോൾ കിട്ടിയ ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് ഈ ആത്മഹത്യ പ്രവണത സാധാരണമായിട്ട് കാണാറുണ്ട്. മൂന്നാമതായിട്ട്, അവരുടെ ജീവിതത്തിൽ വരുന്ന നിരാശ.
ഡിപ്രഷൻ, വിഷാദ രോഗങ്ങളെല്ലാം അവരെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടി തുടങ്ങും. ഇന്ന് യുവാക്കളിൽ കണ്ട ഏറ്റവും വലിയ തിന്മകളിലൊന്നായിട്ട് ആത്മഹത്യ മാറി. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാം എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. പെട്ടെന്ന് തന്നെ അവർ വിഷാദ രോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ അടിഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലരെ സംബന്ധിച്ചോളം അവരുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. അമിതമായ മദ്യപാനം, കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വഴി അവരുടെ ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ആത്മഹത്യാ പ്രവണത പതുക്കെ കടന്നു വരാൻ വേണ്ടി തുടങ്ങും. ചിലർ ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവർ ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഒറ്റപ്പെടുന്ന അനുഭവത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഈ ആത്മഹത്യ പ്രവണതയിലേക്ക് വരുന്നു. ജീവിതം അവസാനിപ്പിച്ചേക്കാം, ഇതുകൊണ്ട് കാര്യമില്ലെന്നുള്ള ചില ചിന്തകളൊക്കെ ആളുകളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി തുടങ്ങും. നിരാശ പതുക്കെ അവരുടെ ചിന്തയിലും മനസ്സിലും ചിന്തകളിലേക്കൊക്കെ പ്രവേശിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്ക് അവർ വരും. ഈ ആത്മഹത്യ ചിന്ത ആളുകളിലേക്ക് വരുമ്പോൾ ഇവർ ഒന്നാമതായിട്ട് ചെയ്യുന്നത് എന്താണ്? ഇവർ സമൂഹത്തിൽ നിന്ന്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് അവർ ഉൾവരിയാൻ വേണ്ടി തുടങ്ങും. ഒരു സോഷ്യൽ ഇൻട്രാക്ഷനോ ഒരു സാമൂഹ്യ ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടി ഇവർ നടക്കാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, ആത്മഹത്യ എന്ന് പറയുക നമ്മൾ ദൈവവചനത്തിനെതിരായിട്ടൊരു കാര്യമാണ്. ദൈവം നമുക്ക് വരദാനമായി തന്ന ജീവനെ നമുക്ക് എടുക്കാൻ ഒരിക്കലും അവകാശമോ അധികാരവും ഇല്ല. അത് സൃഷ്ടാവായ ദൈവത്തിനാണ്. ഹല്ലേലൂയ. അത് സൃഷ്ടാവായ ദൈവത്തിനുള്ള അധികാരമാണുള്ളത്. ദൈവം നമ്മളെ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നമുക്ക് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് മാത്രം ചെയ്തു തീർക്കാൻ പറ്റിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ എന്താണ് ഈ ഉദ്ദേശം മറന്നുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ തന്നെ ജീവനെ അപഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മളോട് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തെ തകർന്നടിഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അവരൊന്നും ആത്മഹത്യ ചെയ്യാതെ മുന്നോട്ട് പോയി. അവർക്ക് മുന്നോട്ട് പോകാൻ ശക്തി കിട്ടിയത് എവിടുന്ന? അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നുപോയ ഒരുപാട് മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവരൊന്നും ആത്മഹത്യ ചെയ്യാതെ അവരെന്ത് ചെയ്യാണ്? മുന്നോട്ട് പോകാനുള്ള ശക്തി അവർക്ക് കിട്ടിയത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ വിഷാദങ്ങളെ, ആത്മഹത്യ പ്രവണതയുള്ള ചിന്തകളെ മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ട് നന്നായിട്ട് വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. ഒന്നാമതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടു. കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഹാഗാർ, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും ഹാഗാർ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ മരുഭൂമിയിൽ നിർത്തി ഒരു അമ്പത് ദൂരം മാറി നിന്നിട്ട് അവൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവളെ സംരക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആത്മഹത്യ ചിന്തകൾ വരുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വിട്ടുപോകുമ്പോൾ, നമ്മളെ ഇറക്കി വിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുക. ഹാഗാറിനെ സംരക്ഷിച്ച ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങുക. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ കാണുക കായേനാണ്. തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്ന് കുറ്റബോധം കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിന്ന കായേനെ ദൈവം സംരക്ഷിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധം നമ്മൾ നിറയ്ക്കാതിരിക്കുക. നമ്മൾ കുറ്റബോധം നിറയ്ക്കുക. നമ്മുടെ തെറ്റുകളെക്കാട്ടും കുറവുകളെക്കാട്ടും ദൈവത്തിൻ്റെ കാരുണ്യം വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ജോസഫാണ്.
പൂർവ്വപിതാവായ ജോസഫ് ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അദ്ദേഹം കടന്നുപോയി. ആ സഹോദരന്മാരാൽ അദ്ദേഹം കിണറ്റ് തള്ളപ്പെട്ടു, അടിമയായിട്ട് വിറ്റു, കാരാഗൃഹത്തിലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു പോയപ്പോഴും അദ്ദേഹത്തിന് ഈ ആത്മഹത്യ ചിന്തയൊന്നും വന്നില്ല. കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധിക്ക് അതിജീവിക്കുവാനുള്ള ഒരു കൃപയും അനുഗ്രഹവും എനിക്ക് ദൈവം തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകൻ നമ്മൾ ഈ ക്ലാസിന്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ട് ഒരു വാടാ ചെടിയുടെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൈവത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൈവത്തോട് പറയുകയും ദൈവം അദ്ദേഹത്തിന് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ ദാവീദ് എന്ന് പറയുന്ന രാജാവിനെയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും കുറവുകളുടെയും ബലഹീനതയുടെയും ഒക്കെ കടന്നുപോയ ദാവീദ് രാജാവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തോൽവികളും പരാജയങ്ങളും ബലഹീനതയുമൊക്കെ ദാവീദ് രാജാവ് കടന്നു പോയപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു പോകുമ്പോൾ ദാവീദ് രാജാവിനെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അടുത്ത മനുഷ്യൻ എന്ന് പറയുക ജോബാണ്. ഒരു പുസ്തകം മുഴുവൻ ജോബിൻ്റെ സഹനങ്ങളെക്കുറിച്ച് ാണ്. എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പതുക്കെ പതുക്കെ ഒരു ചീട്ടുകൊട്ടാരം തകർന്നടിയുന്നത് പോലെ തകർന്നടിഞ്ഞു. ജീവിത പങ്കാളി പോലും ജോബിനോട് പറയുക, പോയി മരിച്ചുകൂടെ, ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചുകൂടെയെന്ന്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോഴും ജോബ് എന്ത് ചെയ്തു? ദൈവത്തിൽ ചേർന്ന് നിന്നു. ഹല്ലേലൂയ. ജോബ് നമ്മളോട് പറയാം, എത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ജോബിൻ്റെ പുസ്തകം നമ്മളോട് പറയാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നിരാശകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ജോബിനെ പോലെ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ഏറ്റവും അവസാനം നമ്മൾ സുവിശേഷത്തിൽ ഈശോയാണ്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന സ്നേഹിതന്മാർ തള്ളി പറഞ്ഞും ഒറ്റിക്കൊടുത്തിട്ടും പോലും ഈശോ എന്ത് ചെയ്തു? രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. സ്നേഹം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മഹത്യാ ചിന്തകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കളുടെ കുറവാണ്. നമുക്കങ്ങനെ ആത്മഹത്യ ചിന്തകൾ വരുമ്പോൾ നമ്മൾ കുടുംബത്തിലുള്ള ആളുകളോട്, സ്നേഹിതരോട്, കൂട്ടുകാരോട് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഉടനെ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുക. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചില രാസവസ്തുക്കൾ കുറവായതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന ചിന്ത വരും. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റിയ മരുന്നുകൾ നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുക. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ അതിജീവനത്തിലുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തിയെക്കാട്ടും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയെക്കാട്ടും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ മാറാൻ തുടങ്ങും. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.